യേശുക്രിസ്തുവിന്റെ പീഡാനുഭവ സ്മരണ പുതുക്കി ഗൾഫ് രാജ്യങ്ങളിലെ വിശ്വാസികൾ ദുഃഖവെള്ളി ആചരിച്ചു. വിവിധ ദേവാലയങ്ങളിൽ നടന്ന ശുശ്രൂഷകളിൽ മലയാളികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി ദുബായിൽ ഓൺലൈനായിട്ടായിരുന്നു ശുശ്രൂഷകൾ നടന്നത്. ഇന്നലെ രാത്രി മുതൽ തന്നെ പ്രാർത്ഥനകളാൽ മുഖരിതമായിരുന്നു ഗൾഫ് രാജ്യങ്ങളിലെ ക്രിസ്തീയ ദേവാലയങ്ങൾ. ഒമാനിലെ റൂബി സെന്റ് പീറ്റർ ആൻഡ് പോൾ ദേവാലയത്തിൽ നടന്ന ദിവ്യബലിക്ക് മലങ്കര കത്തോലിക്ക സഭാ വികാരി ഫാദർ വർഗീസ് വാലിക്കോടത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മലങ്കര കാത്തലിക് തിരുവനന്തപുരം സെന്റ് മേരീസ് മേജർ സെമിനാരി റവറന്റ് ഫാദർ എബ്രഹാം ചരിവ് പുരയിടത്തിലിന്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു സലാല സെന്റ് ഫ്രാൻസിസ് കത്തോലിക്ക ചർച്ചിലെ ശുശ്രൂഷകൾ. ഗാല സെന്റ് മേരീസ് ഓർത്തഡോക്സ് ഇടവകയുടെയും മസ്കറ്റ് മാർ ഗ്രിഗോറിയോസ് മഹാ ഇടവകയുടെയും നേതൃത്വത്തിലും പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾ നടന്നു. യുഎയിലെ വിവിധ ദേവാലയങ്ങളിലും നേരിട്ടും ഓൺലൈനായും പ്രാർത്ഥനകൾ സംഘടിപ്പിച്ചു. അബുദാബി സെന്റ് ജോർജ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ നടന്ന പ്രത്യേക ശുശ്രൂഷകൾക്ക് ഇടവക വികാരി നീവർഗീസ് മാത്യു നേതൃത്വം നൽകി. ഫുജേറ സെന്റ് ഗ്രിഗോറിയോസ് ഇന്ത്യൻ ഓർത്തഡോക്സ് ദേവാലയത്തിലെ ശുശ്രൂഷകൾക്ക് മലങ്കര ഓർത്തഡോക്സ് സഭ തുമ്പമൻ ഭദ്രാസനാധിപൻ ഡോക്ടർ എബ്രഹാം മാർ സെറാഫി മെത്രാപ്പൊലിത്ത മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഷാർജ സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ഇടവക, അലൈൻ സെന്റ് ഡയനീഷ്യസ് ഓർത്തഡോക്സ് പള്ളി, റാസൽ ഖൈമ സെന്റ് ആന്റണി ഓഫ് പാതുവ ദേവാലയം എന്നിവിടങ്ങളിലും പ്രത്യേക ശുശ്രൂഷകൾ നടന്നു. CSI പാരിഷ് മലയാളം ദുബായിയുടെ ആഭിമുഖ്യത്തിൽ ഓൺലൈനായി നടന്ന ചടങ്ങുകൾക്ക് CSI ബിഷപ്പ് റൈറ്റ് റവറന്റ് ഡോക്ടർ ഉമ്മൻ ജോർജ് നേതൃത്വം നൽകി. നൂറുകണക്കിന് വിശ്വാസികളും ഓൺലൈനായി പ്രാർത്ഥനയിൽ പങ്കുചേർന്നു. മറ്റ് വിവിധ ഗൾഫ് രാജ്യങ്ങളിലും വിശുദ്ധ വാരാചരണത്തിന്റെ ഭാഗമായി പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾ നടന്നു. റിപ്പോർട്ടർ, മിഡിൽ ഈസ്റ്റ്.